ഹലോ, അപ്പോൾ ദേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പോകുന്നത് അമ്പലത്തിലോട്ടാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഇത്രയും നേരം വൈകി പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നല്ല മഴയായിരുന്നു, വണ്ടി എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അത്രയും മഴയായിരുന്നു. അപ്പോൾ മഴ കൂടിയപ്പം വണ്ടി എടുക്കാനൊരു പേടി, അപ്പം അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയി പോകുന്നത്. കുറേ ആയി പോകണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ തിരക്കും കാര്യങ്ങളൊക്കെ കാരണം ഞാൻ വീട്ടിലേക്ക് വരാറില്ല സാധാരണ, സ്കൂളൊക്കെ അല്ല. അപ്പം വീട്ടിലേക്ക് വന്നപ്പോൾ അമ്പലത്തിൽ പോകുന്നൊരു ആഗ്രഹം, അപ്പം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടോ. നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഈ അമ്പലം നിൽക്കുന്നത്. ശ്രീ തോട്ടുമുഖം ക്ഷേത്രം എന്നാണ് പറയാട്ടോ. ഒരു ഫേമസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ അമ്പലത്തിൽ പ്രത്യേകത ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഞായറാഴ്ച ആയിരുന്നു, അവിടെ പ്രത്യേക വഴിപാടും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമായിരുന്നു. ഞാനും അച്ഛനും പിന്നെ എൻ്റെ സിസ്റ്ററും കൂടെ ആയിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അമ്പലത്തിലൊക്കെ എത്തി, കുറച്ച് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിനും കൂടെ ആയിട്ട് ഞങ്ങൾ വന്നതായിരുന്നു കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളും വലിയ തിരക്കൊന്നുമില്ലെങ്കിലും ഞായറാഴ്ച ആയതിൻ്റെ ഒരു കുഞ്ഞ് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വഴിപാടൊക്കെ ഞങ്ങൾ ചെയ്തു. പിന്നെ നമുക്കറിയാം അമ്പലം എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആണ്, ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു സന്തോഷമുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമാധാനം നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പ്രത്യേകത. ഈ ഒരു അമ്പലത്തിലേക്ക് ജാതി ഭേദമന്യേ എല്ലാവർക്കും പ്രവേശിക്കാവുന്ന ഒരു അമ്പലം കൂടിയാണ് കേട്ടോ. മുസ്ലിങ്ങൾ, ഞാൻ അവിടെ ചെന്ന സമയത്ത് മുസ്ലിംസ് ഉണ്ടായിരുന്നു. ഒരു വേർതിയോ ഒരു കാര്യങ്ങളോ അവർ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഹിന്ദുക്കൾ എങ്ങനെയാണോ അമ്പലത്തിൽ വന്ന് വഴിപാടുകളും കാര്യങ്ങളും ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് അവർ വന്നിട്ടും അവരുടെ കാര്യങ്ങളും അവരുടെ വഴിപാടും എല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. കാരണം ദൈവങ്ങൾക്ക് ജാതിയോ മതമോ ഒന്നുമില്ല, അത് മനുഷ്യന്മാർക്ക് മാത്രമുള്ള ഒരു കാര്യമാണ്. അപ്പം അവർ ആര് വന്നാലും അവരെ സ്നേഹിച്ചെങ്കിൽ അവരെ വിശ്വസിച്ച് ആര് വന്നാലും അവരെ പ്രാർത്ഥന അവർ കേൾക്കുകയും ചെയ്യും, അവർക്ക് അതിനുള്ള അനുഗ്രഹം കൊടുക്കുകയും ചെയ്യും. ആ ഒരു വിശ്വാസത്തിലാണ് ഇവരൊക്കെ അവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ സാധാരണ അമ്പലത്തിൽ വരുന്ന എല്ലാവർക്കും അവർക്ക് അന്നദാനം, അതായത് ഭക്ഷണം ഉണ്ടാവും, രാവിലത്തെ പ്രഭാത ഭക്ഷണം അവർ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളും അവിടുന്ന് കഴിച്ചു കേട്ടോ. ഇഡ്ഡലിയോ സാമ്പാറോ അല്ലെങ്കിൽ ഉപ്പുമാവ് സാമ്പാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ ചെന്നപ്പോൾ ഒന്ന് ഉപ്പുമാവായിരുന്നു, ഉപ്പുമാവും കട്ടൻ ചായയും സാമ്പാറൊക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ അതൊക്കെ കഴിച്ചു. കുറച്ച് നേരമൊക്കെ ഒന്ന് അവിടെ കറങ്ങി, അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത മഴ വരുന്നതിനേക്കാൾ മുന്നേ നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.